നീ എവിടെ ഇനി എവിടെ അണ്ണ നമ്മള് മറ്റേ വടം വലിക്കുന്ന അവിടെ. അണ്ണവിടെ ഞാൻ മുതുക്കിലുണ്ട്. എണ്ണ ഒന്ന് പവർ ആവും. നമുക്ക് പഴയ വ്യൂ കൗണ്ട് സെറ്റ് ആക്കണ്ട. എനിക്ക് പഴയ വ്യൂ കൗണ്ട് വേണ്ട ബ്രോ, സത്യമായിട്ടും എനിക്ക് പഴയ വ്യൂ കൗണ്ട് വേണ്ട. എന്താടാ ഹലോ വണ്ടിയില്ലേ? ഇത് ഈ മൈക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് കയ്യിൽ വന്നോണ്ടിരിക്കുന്നതാ. അതെനിക്ക് അറിഞ്ഞൂടാ, ഇത് എങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ കയ്യിൽ വന്നോണ്ടേ ഇരിക്കുക. ഇപ്പൊ പോയില്ലേ? വേറെ വണ്ടിയില്ലേ? ആമല്ല ARM അങ്ങനെയാണോ? അങ്ങനെങ്കി അങ്ങനെ. ഇതിപ്പോണാ 4 സീറ്റർ എടുത്താ പോരെ? ഇല്ല, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എടാ എല്ലാരും എങ്ങോട്ടാ? നേരെ ഇങ്ങോട്ടാണോ വരുന്നേ അതോ എവിടെയാ വരുന്നേ? അവിടെ അങ്ങോട്ട് വരാ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോയിരിക്കും എല്ലാരും. ബാബുണ്ണനൊക്കെ അപ്പുറത്ത് പോയിരിക്കണം. എനിക്ക് അറിഞ്ഞൂടെ ഇവരൊക്കെ എന്തോ ചെയ്യുന്നേന്ന്. ഞാൻ പറഞ്ഞല്ലോ പഴയ വ്യൂ കൗണ്ട് വേണ്ട എനിക്ക്, സത്യമായിട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ അങ്ങനെ സ്ട്രീം ചെയ്യാൻ വയ്യ. സത്യം ആദ്യമായിട്ടായിരിക്കും ഒരാൾ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ അത്രയും ഇതായിട്ടുണ്ട് തന്നെ പറയണം. എനിക്ക് അങ്ങനെ വേണ്ട. നമുക്ക് ഈ പറയണ പോലെ കുറച്ച് സമാധാനം വേണം. ആ സമാധാനത്തിൽ സ്ട്രീം ചെയ്യണ ഇത് മതി. എടാ ബാബു എവിടെ ഉണ്ട്? പലയിട്ടൽ എന്തിരിക്കുന്നു എടുത്തോണ്ടിരിക്കണേ? ഞങ്ങളത് ഗാംഗോസിന്റെ ഫ്രണ്ടില്. പിന്നെ ഇങ്ങോട്ടല്ലേ കേറാൻ പറഞ്ഞ എല്ലാരും? എവിടെ കൂടെ പറഞ്ഞിട്ട് നേരെ എല്ലാരും വന്ന് ഇതാക്കാൻ സെറ്റാക്കാന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നേ. ഇതിപ്പോ ആയില്ലോ മള്ളി, ഇതിപ്പോ ഒരു 10 മിനിറ്റ്സ് പോലും ആയില്ല ഇതായിട്ട് ശരിയായിട്ട് ഓപ്പൺ ആയിട്ട്. ആണോ? ഇപ്പൊ ആയില്ലേ, ഇപ്പൊ ശരിയായിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇതായപ്പോ കേറിയതാ. നീ ഇപ്പൊ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരണം. ഓക്കെ എല്ലാരും വരണം മള്ളി, എല്ലാരും എന്താ ഇതിപ്പോ ഓപ്പൺ ആയുള്ളൂ. അതിന്റെ ഒരു ഡിലേ ആവരണം എല്ലാരും. മള്ളി ഇന്ന് ഡിലേ എന്ന് പറയുന്ന സാധനം ഉണ്ടാവൂല. നമ്മള് മാത്രല്ല ഉള്ളു, പിന്നെ അല്ല ഇത് പരിപാടി നടക്കുമെന്ന് അറിഞ്ഞൂടാ. എടാ ഞാൻ ഇവിടെ ഫ്ലഫി ഡ്രസ് ഫ്ലഫി. നമ്പർ എത്ര? എന്താടാ നമ്പറോ? നമ്പർ ഞാൻ നോക്കട്ടെ. ചേഞ്ച്. അയ്യോ എന്തോടാ ഞാൻ ഒട്ടിക്കുന്ന മുണ്ട ഉപയോഗിച്ചിരിക്കണേ. എനിക്ക് അറിഞ്ഞൂടാ മറ്റേ മുണ്ട്. ഒട്ടല ജാക്കറ്റ് 705. മുണ്ട് 348. അതില് രണ്ടാമത്തെ വേരിയന്റ്. 348. ബെൽറ്റ് ഇട്ട് സഹിക്കല്ലേ? ബെൽറ്റ് ഒക്കെ ഇട്ട് കെട്ടിമുറുക്കി വെക്ക്. എല്ലാ ഓണ പരിപാടിക്കും ഇങ്ങനെയൊക്കെ തന്നെ. ഓണം ആവുമ്പോ മാത്രം എല്ലാവന്മാരും മുണ്ട് അന്വേഷിച്ചിറങ്ങും. അതുവരെ ആ സാമാനം ഒരുത്തനും വേണ്ട. ഓണം ആവുമ്പോ വാരി ചുറ്റാൻ വേണ്ടി ഇറങ്ങും. എന്നാ ഉടുക്കാൻ അറിയോ അതും ഇല്ല. എല്ലാവന്മാരും അങ്ങനെ തന്നെയാണ്. ഓണം വരുമ്പോഴേ സത്യടാ, വീട്ടിലെങ്കിലും കയ്യിലെങ്കിലും ഉടുത്ത് ശീലിച്ചാൽ ഈ ഓണം ആവുമ്പോ ഇത്രയും പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ പോലും കയ്യിൽ പോലും ഉടുക്കത്തില്ല. എനിക്ക് ഓണം ആവുമ്പോ ഞാൻ ബെൽറ്റും മറ്റേ ഒട്ടിക്കുന്ന സാധനമായിട്ടാണ് ഇറങ്ങണത്. പടം വലിക്കാൻ പോയി മുണ്ടും പറഞ്ഞ് തോള് വരഞ്ഞ് കളിയും തോറ്റ്. പിന്നെ അതെ, മുണ്ട് പറഞ്ഞു പോയിട്ട് ജയിച്ചിരുന്നെങ്കിൽ പിന്നെ അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ ഇതല്ല, ഇത് തോറ്റും പോയി ക്ലിപ്പായിട്ട് ഇറങ്ങി. ഏത് ഈ വണ്ടി വലിയ വന്നേ നമ്മള്? അല്ലല്ല, നമ്മള് ചുമപ്പിലാ വന്നേ. ഓ ഇന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയാ മതിയെന്നാണ് എന്റെ പ്രാർത്ഥന. മനസ്സിലായോ? സത്യം മള്ളി, ഒരു കാര്യം ശ്രദ്ധിച്ചോ? എനിക്ക് 4 ഉണ്ട്. 4 ഉണ്ടോ? അതെ. ആണോ? എത്ര ഉണ്ട്? തീർന്നേട്ടാ. അപ്പൊ ഇന്നും പണി തന്നെ. കുഴപ്പമില്ല, പ്രശ്നമില്ല. നേരത്തെ എവിടെ? ഓ പെട്ടെന്ന് വാ.
എടാ ഇവമ്മ നീയൊക്കെ ഇന്നാണ് കേറി ഡ്രസ് മാറണ നീ ഇതുവരെ ഡ്രസ് മാറിയില്ലേ സത്യം ഒരു ഉത്തരവാദിത്ത ബോഡി പരിപാടിക്ക് വന്നല്ലേ അപ്പൊ ഡ്രസ് മാറാറിഞ്ഞൂടെ അല്ല ഇത് മുണ്ടിന്റെ കളർ മാറ്റിയത് ഞാൻ വെള്ളയായിരുന്നു. ഓക്കെ വാ 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 എല്ലായിടത്തും വരാൻ പറഞ്ഞിട്ട് നീ ഗ്യാങ് ഹൗസിലോട്ട് വരുമല്ലോ രായ ഓ ഇട്ടിട്ടുണ്ട് ഇടാത്തവന്മാരുണ്ട് ഇവിടെ അതാണ് ഹാപ്പി ഓണം ഓ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓണത്തിനെങ്കിലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ സന്തോഷം ഞാൻ എല്ലാ ഓണത്തിനും വരാറുണ്ടല്ലോ എല്ലാ ഓണത്തിന് ഓണത്തിന് മാത്രമേ വരാറുള്ളൂ അതാണ് പ്രശ്നം ഓ നീ ആരും മാവിയില്ലേടാ ഓണത്തിന് മാത്രം വരാൻ പക്ഷെ മാവിലില്ല ഓണത്തിന് 27 എടാ നാളെ ക്ലാസ് ഒക്കെ തുടങ്ങും എടാ എല്ലാവർക്കും നാളെ ക്ലാസ് ഓ ഏതോ ശരണം വന്ന നമുക്ക് കണ്ടു ഡിക്കി കയറിയിരിക്കണം ബോബോയ് എവിടെ ഡിക്കിലൊന്നും കയറാൻ പറ്റില്ല എനിക്ക് ഞാനേ വാ വാ ഗ്യാങ്സിലോട്ട് വാ വണ്ടി വരാം ലംബോർഗിനി കയറ് ഇതാര് ആ വാ ഗ്യാങ്ങോച്ചൊക്കെ നോക്കിയോന്നെ കണ്ട് 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 എല്ലായിടത്തും പൂവും കായും വാഴയും സത്യം മുള്ളി ആ പറയടാ ഡൗട്ട് എന്താ അല്ല ഡൗട്ട് ഒന്നുമില്ല അണ്ണാ അണ്ണന്റെ വണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഇടിക്കില്ല പാർക്കട്ടെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടേ അവന് അണ്ണ എഡ്യൂക്കേഷൻ ഇല്ലാന്ന് ഇവനൊന്ന് ഇവൻ വായിക്കുവാണേ ദിനേശ് എഡ്യൂക്കേഷൻ ഇല്ല ഒന്നുമില്ല ഈ ഡി കണ്ടപ്പോ തന്നെയാണല്ലോ വരുമ്പോ വീണ്ടും ദിലിം ദിനേശ് ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടല്ലോ നീ ട്രോമയിലോട്ട് കൊണ്ടുപോയില്ലേട്ടാ അല്ല ഈ ഡി ഞാനല്ല അണ്ണാ ഞാനല്ല ഇവൻ ഈ വില്ലു എന്നാ ഓക്കെ പറഞ്ഞത് പറഞ്ഞ് എന്തിനാണ് ഇങ്ങോട്ടൂടെ വന്ന് കേൾപ്പിച്ചത് എന്തിന്റെ ആവശ്യം അണ്ണാ ഞാനല്ല പറഞ്ഞേ ഇവനല്ല പറഞ്ഞേ ആ പേര് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ അതുകൊണ്ട് ഇങ്ങോട്ട് ഞാനാണ് കേട്ടോ പറ മള്ളിങ്ങോട്ട് നമ്മളെല്ലാം ഗ്യാങ് ഹൗസിന്റെ മറ്റേ പാർക്കിന്റെ അവിടെ ഉണ്ട്.